അപ്പോൾ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വന്നിരിക്കുകയാണ് മക്കളെ. ഉള്ളി ചിക്കൻ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ കുബൂസിൻ്റെ കൂടെയോ എന്തിൻ്റെ വേണമെങ്കിലും കൂടെ കഴിക്കാം കേട്ടോ. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ പണി തുടങ്ങിയാലോ? ആദ്യം തന്നെ കുഞ്ഞുള്ളി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ സവാളയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സവാളയും കുഞ്ഞുള്ളി എല്ലാം കട്ട് ചെയ്തതിന് ശേഷം പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്നറിയാം. എന്നേക്കാൾ നന്നായിട്ടൊരു പക്ഷേ നിങ്ങൾ കുക്ക് ചെയ്യുന്നവരായിരിക്കാം. എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ ഈ ഉള്ളിയെല്ലാം ആഡ് ചെയ്ത് നന്നായി അങ്ങ് വഴറ്റി കൊടുക്കുക. നന്നായി വഴന്ന് കിട്ടണം കേട്ടോ. അതിൻ്റെ ആ ഒരു ഗോൾഡൻ കളർ ആവുന്നവരേക്കും ഉള്ളിയെല്ലാം വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരേക്കും വഴറ്റി കൊടുക്കാം കേട്ടോ. പിന്നീട് കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാ പൊടികളും ഇട്ട് അതിൻ്റെ പച്ചക്കുത്ത് ഒന്ന് മാറ്റിയെടുക്കുക. ഈ പൊടികളെല്ലാം ആഡ് ചെയ്യുമ്പോൾ ആ പാത്രത്തിന്മേ ആ തവ വെച്ചൊരു തട്ട് വെച്ചെടുക്കുമ്പോഴാണ് ഒരു സമാധാനം. പൊടികളൊന്നും അടിയെ പിടിക്കാതെ ശ്രദ്ധിച്ചോണേ. അപ്പോൾ തീ വളരെ കുറച്ചിട്ടിട്ട് വേണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. സാധാരണ ഞാൻ ഇതേപോലത്തെ കറികളൊന്നും അധികം ഉണ്ടാക്കാറില്ല, കാരണം ഇതിന് കുറേ ടൈം വേണം. ഈ വഴറ്റുന്ന പരിപാടി ഉണ്ടല്ലോ അതിന്. ഞാനെല്ലായ്പ്പോഴും ചിക്കനും സവാളയും തക്കാളിയും എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് അങ്ങ് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് പതിവ്. പക്ഷേ ഇത് കുഞ്ഞുള്ളി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് തക്കാളി ആഡ് ചെയ്യുക. തക്കാളി നന്നായി വെന്തുടഞ്ഞ് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ഈ ടൈമിൽ ആഡ് ചെയ്തോളൂ കേട്ടോ. ചിക്കൻ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് അടച്ച് വെച്ച് സിമ്മിലിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അവസാനം ഇതിൽ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച ഗരം മസാലയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ഇതിൽ ആഡ് ചെയ്തത് ഗരം മസാല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഗ്രോസറി വാങ്ങാൻ പോകുമ്പോൾ കുഞ്ഞുള്ളി മേടിക്കുക. ഇതേപോലെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ഇതിൽ ഞാനൊരു അവസാന പണിയും കൂടെ ചെയ്തായിരുന്നു കേട്ടോ. നാളികേരം നന്നായി വറുത്ത് വെള്ളം ചേർക്കാതെ നന്നായി പൊടിച്ച് ചേർത്തു.